വെൽക്കം ടു ഓൾ. SSLCയുടെ സമഗ്ര ശിക്ഷ കേരള പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഇത് ഓണം എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും മൊത്തം ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ അസറ്റോൺ? ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അസറ്റോൺ എന്ന് ആദ്യം വരച്ച് നോക്കണം. നമുക്കറിയാം CH3 C ഡബിൾ ബോണ്ടോ CH3 ആണ് വരുന്നത്. ഇതാണ് അസറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് C ഡബിൾ ബോണ്ടോ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, അഥവാ കീറ്റോ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇനി അതല്ലെങ്കിലും അസറ്റോണിൽ ONE എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കീറ്റോൺ ആണെന്നുള്ളത്. സോ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 2. മാച്ച് ദ ഫോളോയിങ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ അനാൽജസിക് എല്ലാവർക്കും അറിയാം, പെയിൻ കില്ലേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് റിലീവ് പെയിൻ ആണ്. ആൻറ്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ ആണ്. ദെൻ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം ആണ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ C ആയിരിക്കും വരിക. ഒന്നാമത്തതിന് 3 മാച്ച് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ C ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: എൻ ആൽക്കെയിൻ X വിത്ത് 4 കാർബൺ ആറ്റംസ്. അതായത് X എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ എടുക്കുന്നു, അതിൽ 4 കാർബൺ ആറ്റംസ് ഉണ്ട്. അണ്ടർഗോ തെർമൽ ക്രാക്കിംഗ് എന്ന് വെച്ചാൽ അവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ടു ഗെറ്റ് ദ പ്രൊഡക്ട്സ് Y ആൻഡ് Z. പ്രൊഡക്റ്റ് ആയിട്ട് Yയും കിട്ടുന്നു Zയും കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാലോ Xൽ 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള Yയിലും Zലും കൂടി 2 പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, രണ്ടിലും കൂടിയിട്ട് 4 കാർബൺ ആറ്റംസ് വന്നിരിക്കണം. ഇനി നോക്കൂ, ഓപ്ഷൻ A നോക്കിക്കൂ. ഓപ്ഷൻ Aയിൽ X പറഞ്ഞിരിക്കുന്നത് C4H8 ആണ്, 4 കാർബൺ ആറ്റംസ് ഉണ്ട്. പക്ഷെ Yയിൽ 1 കാർബൺ ആറ്റവും Zൽ 2 കാർബൺ ആറ്റവും ആണ്. അപ്പോൾ ടോട്ടൽ 3 കാർബൺ ആറ്റംസേ Yയിലും Zലും കൂടി വരുന്നുള്ളൂ. പക്ഷെ Xൽ 4 വരുന്നുണ്ട്. സോ ഓപ്ഷൻ A കറക്റ്റ് അല്ല. ഇനി ഓപ്ഷൻ B നോക്കിക്കൂ. Xൽ 4 കാർബൺ ആറ്റംസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ Yയിലും Zലും കൂടിയിട്ട് ടോട്ടൽ Yയിൽ 1 കാർബൺ ആറ്റവും Zൽ 2 കാർബൺ ആറ്റവും, അങ്ങനെ ടോട്ടൽ 3 കാർബൺ ആറ്റംസേ വരുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ Bയും കറക്റ്റ് അല്ല. ഇനി ഓപ്ഷൻ C നോക്കിക്കൂ. Xൽ 4 കാർബൺ ആറ്റംസ് വന്നിട്ടുണ്ട്, Yയിലോ 2 കാർബൺ ആറ്റംസ്, Zൽ 2 കാർബൺ ആറ്റംസ്. അപ്പോൾ ടോട്ടൽ 4 കാർബൺ ആറ്റംസ് Yയിലും Zലും കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പം നമ്മൾ ഹൈഡ്രജൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. Xൽ 6 ഹൈഡ്രജൻ വന്നിട്ടുണ്ട്, അപ്പോൾ ടോട്ടൽ Yയിലും Zലും കൂടിയിട്ടും 6 വന്നിരിക്കണം. പക്ഷേ Yയിൽ 4 ഹൈഡ്രജനും Zൽ 4 ഹൈഡ്രജനും ഉണ്ട്, ടോട്ടൽ 8 ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ മാച്ച് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ട് ഓപ്ഷൻ Cയും തെറ്റാണ്. ഇനി ഓപ്ഷൻ D നോക്കിയേക്കുക. Xൽ 4 കാർബൺ ആറ്റംസ് പറഞ്ഞിട്ടുണ്ട്, Yയിലും Zലും കൂടിയിട്ട് 4 കാർബൺ ആറ്റംസ് ഓക്കെയാണ്. ഇനി Xൽ 10 ഹൈഡ്രജൻ ആറ്റം പറഞ്ഞിട്ടുണ്ട്, Yയിലും Zലും കൂടിയിട്ട് 10 ഹൈഡ്രജൻ ആറ്റംസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ D ആയിരിക്കും ആൻസർ ആയിട്ട് വരിക തേർഡ് ക്വസ്റ്റ്യൻ്റെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. 2 സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നോക്കൂ, സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് എൽ ഷെൽ കണ്ടെയ്ൻ എ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം K ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഷെല്ലാണ്, അതായത് അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 വരും. എൽ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഷെല്ലാണ്, അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 വരും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, നമുക്കിപ്പോൾ ഇവിടെ എൽ ഷെല്ലാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ N = 2 ആണ് വരിക. ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2 × n² എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ N-ന് 2 ആണ് ഇട്ട് കൊടുക്കേണ്ടത്, കാരണം എൽ ഷെല്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 × n എന്നുള്ളതിന് പകരം 2 ഇട്ട് കൊടുത്തു, 2². ഇത് ചെയ്ത് കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം ഓഫ് 8 ഇലക്ട്രോൺസ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കൂ. എൽ ഷെൽ ഹാസ് 5 ഓർബിറ്റൽസ്. നമുക്കറിയാം ഓർബിറ്റൽസിന്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ n² എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതായിരിക്കും ഒരു ഷെല്ലിലുള്ള മാക്സിമം ഓർബിറ്റൽസിന്റെ എണ്ണം, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എൽ ഷെൽ ആയതുകൊണ്ട് തന്നെ n-ന് പകരം 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ 2² വരും, വിച്ച് ഇസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ 4 ഓർബിറ്റൽസ് എന്നുള്ളതാണ് ആൻസർ വരേണ്ടത്. പക്ഷെ ഇവിടെ 5 ഓർബിറ്റൽസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, അഥവാ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ B ആയിരിക്കും ആൻസർ വരിക. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 5. An aromatic hydrocarbon has 6 carbon atoms and 6 hydrogen atoms in its molecule. 6 കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദിസ് കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ an OH ഗ്രൂപ്പ്.
അപ്പോൾ നമുക്കറിയാം 6 കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരോമാറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് ആരോമാറ്റിക് ആയിട്ടുള്ള 6 കാർബൺ ആറ്റത്തിന്റെ ഒരു കോമ്പൗണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു റിങ്, ബെൻസീൻ റിങ് വരയ്ക്കുക, അതിനിടയ്ക്ക് 3 ഡബിൾ ബോണ്ടുകൾ കൊടുക്കുക. ഈ കോമ്പൗണ്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്. ഇവിടെ 6 കാർബൺ ആറ്റം വരുന്നുണ്ട്, 6 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇവിടെ കറക്റ്റ് ആയി. ഇനി അതിൽ എ ക്വസ്റ്റ്യൻ നോക്കിക്കാം. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് വെൻ എ ഹൈഡ്രജൻ ആറ്റം ഇൻ ദിസ് കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ OH ഗ്രൂപ്പ്. അതായത് ഏതെങ്കിലും ഒരു കോർണറിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് OH വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വരച്ചിരിക്കുന്നതാണ് അതിന്റെ സ്ട്രക്ചറായിട്ട് വരിക. ഇതിന്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫീനോൾ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരിക. സോ ഇതാണ് എ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ക്വസ്റ്റിനിൽ അതിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫീനോൾ എന്നുള്ളതാണ് ഇതിന്റെ പേര് വരുന്നത്. Now moving to question number 6. What is mean by combustion എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം കമ്പഷന്റെ ഡെഫിനിഷൻ അതേപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു ഹൈഡ്രോ കാർബണിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് കമ്പഷന്റെ ഡെഫിനിഷൻ വരുന്നത്. സോ എ ഹൈഡ്രോ കാർബൺ combine with oxygen to form carbon dioxide, water and heat energy. ഇതാണ് കമ്പഷന്റെ ഡെഫിനിഷൻ വരുന്നത്. ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ അതേപോലെ ചോദിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ബിയിലേക്ക് നോക്കാം. ബ്യൂട്ടൈൻ ബേൺസ് ഇൻ എയർ എന്ത് കിട്ടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഏതൊരു ഹൈഡ്രോ കാർബണും, ബ്യൂട്ടൈൻ ഒരു ഹൈഡ്രോ കാർബൺ ആണല്ലോ, ഏതൊരു ഹൈഡ്രോ കാർബണും ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും എന്നറിയാം, രണ്ടാമത്തെ വാട്ടർ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ അതുപോലെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇത് ബാലൻസ് ചെയ്യേണ്ട കാര്യത്തിൽ ചോദിച്ചിട്ടില്ല. സോ CO2 ആൻഡ് H2O എന്നുള്ളതാണ് ബി ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. X CO2, Y എന്ന് പറയുന്നത് H2O ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7. അനലൈസ് ദ ഫോളോയിങ്. പ്രൊപ്പൈൻ എടുക്കുന്നു. പ്രൊപ്പൈൻ്റെ ഫോർമുല നമുക്കറിയാം, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് പ്രൊപ്പൈൻ. 1 ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് വിത്ത് ആൻ OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്താൽ OH വരിക. CH3 അതേപോലെ ഇടുക, CH2 അതേപോലെ ഇടുക, വീണ്ടും CH3, അതിലത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയത് കൊണ്ട് അത് CH2 ആയിട്ട് മാറും. അവിടെ ആരെ കൊടുക്കണം? OH കൊടുക്കാൻ വേണം. അഥവാ പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പൈൻ 1-ol എന്ന് പറയുന്ന കോമ്പൗണ്ടാണിത്. സോ ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരിക. സോ എ ക്വസ്റ്റിന്റെ ആൻസർ ഇതായിരിക്കും വരിക. ഇനി വേണമെങ്കിൽ നമുക്ക് ആ OH രണ്ടാമത്തെ കാർബണിനും കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊപ്പൈൻ 2-ol എന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയാലും മതി. വാട്ട് ഈസ് ഇറ്റ്സ് IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. IUPAC നെയിം ആണ് ഈ ആൻസർ ആയിട്ട് വരുന്നത്, പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പൈൻ 1-ol. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7B. 7th ബി ക്വസ്റ്റ്യൻ ആണ്. 1 molecule of an aliphatic organic compound has 6 carbon atoms. It is identified as a saturated carboxylic acid. അതായത് 6 കാർബൺ ആറ്റം ഉണ്ട്, അതൊരു സാച്ചുറേറ്റഡ് കാർബോക്സിലിക് ആസിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുക? ആദ്യം ഈ കോമ്പൗണ്ട് ഒന്ന് വരച്ച് നോക്കുക. അതായത് 6 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6. അത് കാർബോക്സിലിക് ആസിഡ് ആണെന്ന് പറയുമ്പോൾ അതിൽ ഒരു കാർബൺ ആറ്റം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? COOH ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി സാച്ചുറേറ്റഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഏത് ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. സോ ഇതാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്. ഇനി ഇവിടെ ഹൈഡ്രജൻ കൊടുക്കണം. ഹൈഡ്രജൻ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇവിടെ CH3 വരും, ഇവിടെ CH2 വരും, ഇവിടെ CH2 വരും, ഇവിടെ CH2 വരും, ഇവിടെ CH2 വരും. ഇതാണ് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള 6 കാർബൺ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഫോർമുലയാണ് നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇൻ ദിസ് ഫാമിലി വിത്ത് 5 കാർബൺ ആറ്റംസ്. അപ്പോൾ ഇതേ ഫാമിലിയിൽ വരുന്ന, അതായത് COOH പറയുന്ന അതേ ഫാമിലിയിൽ വരുന്ന 5 കാർബൺ ആറ്റം വരുന്നുള്ള കോമ്പൗണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാർബൺ അടക്കം 5 കാർബൺ ആറ്റം ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ 1 ഓൾറെഡി സെറ്റാണ്, 2, 3, 4, 5 കാർബൺ ആറ്റംസ്. ഹൈഡ്രജൻ കൊടുക്കണം.
ഇവിടെ CH3, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH2, COOH. എന്തായിരിക്കും അതിന്റെ പേര് വരിക? 5 കാർബൺ ആറ്റം വരുന്നതുകൊണ്ട് പെന്റനോയിക് ആസിഡ്. So this is the question answer for question number 7B. Now moving to question number 8. Write the structural formula of the given compound. താഴെ തന്നിരിക്കുന്നതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരയ്ക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? 2,2-dibromopropane. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രൊപ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വരയ്ക്കേണ്ടത് 3 കാർബൺ ആറ്റംസ് ആണ്. എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്കിടയിൽ സിംഗിൾ ബോണ്ട് കൊടുക്കണം. ഇനി 2,2-dibromo എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ബ്രോമിൻ വന്നിരിക്കണം. അതായത് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിന് താഴത്തേക്ക് ഒരു ബ്രോമിനും വരച്ചു, മുകളിലേക്ക് ഒരു ബ്രോമിനും വരച്ചു. ഇങ്ങനെ ടോട്ടൽ 2 ബ്രോമിനുകൾ കൊടുത്തു. ഏറ്റവും അവസാനമായിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ CH3 വരും, ഇവിടെ CH3 വരും. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ 2,2-dibromopropane. നൗ പ്രൊപ്പൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പൈൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രൊപ്പ് എന്ന് കേട്ട ഉടനെ 1, 2, 3. YNE എന്ന് കേട്ട ഉടനെ ഒരു ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആക്കി വയ്ക്കുക, മറ്റത് സിംഗിൾ ബോണ്ട് ആക്കി വയ്ക്കുക. ലാസ്റ്റ് ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ CH വരും, ഇവിടെ CH3 വരും. സോ ആൻസർ ഫോർ 8B. Now question number 9. One ethane molecule is allowed to react with 2 chlorine molecules എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈത്തൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. is allowed to react with 2 chlorine molecules. 2 chlorine molecules ആണ് കേട്ടോ. ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ Cl2 ആണ്. പക്ഷെ 2 ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അപ്പോൾ 2 Cl2 കൊടുക്കണം. എന്ത് കിട്ടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ട്രിപ്പിൾ ബോണ്ട് കണ്ടു കഴിഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. വീണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 Cl2 എന്നതുകൊണ്ട്, ഒരു തവണയല്ല Cl2 വന്നിരിക്കുന്നത്, 2 Cl2 വന്നതുകൊണ്ട് അത് എവിടേക്ക് എത്തും? സിംഗിൾ ബോണ്ടിലേക്ക് എത്തും. അതായത് CH സിംഗിൾ ബോണ്ട് CH ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി എത്ര ക്ലോറിൻ ആറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്? 4 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. അതായത് 2 Cl2 എന്ന് പറയുമ്പോൾ 4 ക്ലോറിൻ ആറ്റംസ് വരും. അപ്പോൾ ഇവിടെ 2 ക്ലോറിനും ഇവിടെ 2 ക്ലോറിനും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയാണ് ഇപ്പോൾ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. സോ A ക്വസ്റ്റിന്റെ ആൻസർ ഇതാണ്. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട് ഈസ് എന്നുള്ളതിന്റെ ആൻസർ ഇതായിരിക്കും. B ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ്. ഇതിന്റെ IUPAC നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇത് 1ാമത്തെ കാർബൺ ആണ്, ഇത് 2ാമത്തെ കാർബൺ ആണ്. അപ്പോൾ 2 കാർബൺ ആറ്റമുള്ളത് തന്നെ ഈതൈൻ ആണ്, സിംഗിൾ ബോണ്ട് കൂടിയാണല്ലോ. അതിൽ 1ാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ക്ലോറിൻ ഉണ്ട്, 2ാമത്തെ കാർബൺ ആറ്റത്തിലും 2 ക്ലോറിൻ ഉണ്ട്. സോ 1,1, 2, 2 ടെട്രാ ക്ലോറോ, 4 വരുന്നുണ്ട്, ടെട്രാ ക്ലോറോ ഈതൈൻ. ഇതായിരിക്കും കോമ്പൗണ്ടിന്റെ പേര് വരിക. 1122 ടെട്രാ ക്ലോറോ ഈതൈൻ. Moving to question number 10. A saturated aliphatic hydrocarbon molecules. Saturated ആണ്, അതായത് സിംഗിൾ ബോണ്ട് ആണ്. ആലിഫാറ്റിക് ആണ്, അതായത് സ്ട്രേറ്റ് ചെയിൻ ആണ്. ഹൈഡ്രോകാർബൺ മോളിക്യൂൾ കണ്ടെയ്ൻ ടോട്ടൽ 7 കാർബൺ ആറ്റംസ്. 7 കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. There is a methyl group as the branch at the second carbon atoms. അതായത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വരുന്നുണ്ട് എവിടെ? സെക്കൻഡ് കാർബൺ ആറ്റം ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ. എന്ന് വെച്ചാൽ മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് 7 കാർബൺ ആറ്റത്തിൽ 6 കാർബൺ ആറ്റംസ് സ്ട്രൈറ്റ് ആയിട്ട് വരും. ഇങ്ങനെ 6 കാർബൺ ആറ്റംസ് സ്ട്രൈറ്റ് ആയിട്ട് വരും. ഇനി സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് വന്നിട്ടുണ്ടെന്നുണ്ട്. ഏതാ സെക്കൻഡ് കാർബൺ ആറ്റം? ഇതാണ്. അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CH3, ഇവിടെ CH, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH3. ഇതാണ് കോമ്പൗണ്ട്. സോ A ക്വസ്റ്റിന്റെ ആൻസർ ആയി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട് എന്നുള്ള എൻ്റെ ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇത് സ്ട്രേറ്റ് ചെയിനിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. അപ്പോൾ ഹെക്സ് ആണ്. സിംഗിൾ ബോണ്ട് വരുന്നതുകൊണ്ട് ANE ചേർക്കണം. അപ്പോൾ ഹെക്സൈൻ ആണ്. അതിൽ തന്നെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ബ്രാഞ്ച് ആയിട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. സോ 2-methyl hexane is the IUPAC name. So B question answer 2-methyl hexane. A question answer is structure. Moving to question number 11.
എ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സൈഡ് ഓഫ് കുക്ക് വെയർ. എന്താണ് അതിന്റെ കോമൺ നെയിം ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ടെഫ്ലോൺ. ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ് ടെഫ്ലോൺ എന്നുള്ളത്. അതിന്റെ IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടെട്രാ ഫ്ലൂറോ ഈത്തീൻ. ഇതാണ് ടെഫ്ലോണിന്റെ IUPAC നെയിം വരുന്നത്. Now moving to question number B. Nylon 66 is a very useful polymer. ഒരു കണ്ടൻസേഷൻ പോളിമർ ആണെന്ന് നമുക്കറിയാം. What are the monomers of nylon 66? Nylon 66ന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹെക്സ, മെത്തിലീൻ, ഡൈഅമീൻ, അതുപോലെ തന്നെ അഡിപ്പിക് ആസിഡ്. ഇത് രണ്ടുമാണ് അതിന്റെ മോണോമേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. Then write any one use of nylon 66. നിങ്ങൾക്കറിയാം നൈലോൺ 66 മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ഫാബ്രിക്സിലാണ്, അതുപോലെ തന്നെ കോംബ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രിസ്റ്റൽസ് ഓഫ് ബ്രഷസ്. Moving to question number 12. Analyze given below. ഒരു കോമ്പൗണ്ട് താഴെ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ നോക്കിക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്രസന്റ് ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ. അതായത് ഏറ്റവും നീളം കൂടിയ ചെയിൻ, മെയിൻ ചെയിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6 കാർബൺ ആറ്റംസ് വരുന്ന ചെയിൻ ഉണ്ട്. ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ബ്രാഞ്ചസ് ആയിട്ടുള്ള ഈ CH3ക്കും അടുത്ത CH3ക്കും മിനിമം നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം എണ്ണാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എണ്ണി കഴിഞ്ഞാലും അത് മിനിമം നമ്പർ തന്നെയാണ് വരിക, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം താഴത്തുനിന്ന് എണ്ണാണ്. ഇത് 1ാമത്തെ കാർബൺ, ഇത് 2ാമത്തെ കാർബൺ, ഇത് 3ാമത്തെ കാർബൺ, ഇത് 4th കാർബൺ, ഇത് 5th കാർബൺ. അതായത് 5 കാർബൺ ആറ്റം ഉണ്ട്. അതിൽ 3ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു CH3 ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേ 3ാമത്തെ കാർബണിൽ തന്നെ വേറൊരു CH3 ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നോക്കിക്കൂ, റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്രസന്റ് ഇൻ ലോങ്സ്റ്റ് ചെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 5 കാർബൺ ആറ്റംസ് എന്നുള്ളതാണ് ആൻസർ. 5 എന്നുള്ളതാണ് ആൻസർ വരിക. What is the position number of carbon atoms to which methyl groups are attached? മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, അതായത് ഈ ബ്രാഞ്ചസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഏത് പൊസിഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3rd ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ 3rd പൊസിഷനിൽ. ഓക്കെ, 1ാമത്തെ മീഥൈലും 3rഡിലാണ്, 2ാമത്തെ മീഥൈലും 3rഡിലാണ്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യം ബ്രാഞ്ചസിന്റെ പേരിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ബ്രാഞ്ചസ് നമുക്കറിയാലോ മീഥൈലാണെന്ന് അറിയാലോ. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, രണ്ടും 3rd പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ 3,3 ഡൈ മീഥൈൽ. ഇനി 5 കാർബൺ ആറ്റംസ് ആണ് മെയിൻ ചെയിനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെന്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. സോ 3,3 ഡൈ മീഥൈൽ പെന്റെയിൻ. This is the answer for question number 12C. Then move to question number 13. 13A പോവാണ്. നോക്കൂ, കോമ്പൗണ്ട് 1 ആൻഡ് കോമ്പൗണ്ട് 2 ആർ മെമ്പേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്. ഇവർ ഹോമോലോഗസ് സീരീസിലെ 2 മെമ്പർമാരാണ്, ഈ 1ാമത്തെ ആളും അതുപോലെ തന്നെ 2ാമത്തെ ആളും. Then write the name of family to which this compound belong. ഏത് ഫാമിലിയിലാണ് വരികയെന്ന്. ഏത് ഫാമിലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇതിലുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം CHO എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഏത് വരും, അത് ആൽഡിഹൈഡുകളാണ്, ആൽഡിഹൈഡ്സ്. Then B question, write the IUPAC name of this compound. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിന്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം, ഒന്നാമത്തേൽ 2 കാർബൺ ആറ്റംസ് വരുന്നതുകൊണ്ട് ഉറപ്പായിട്ട് എത്ത് എന്നുള്ള വാക്ക് യൂസ് ചെയ്യണം. സിംഗിൾ ബോണ്ട് വരുന്നതുകൊണ്ട് AN യൂസ് ചെയ്യണം. ഇനി CHO വന്നു കഴിഞ്ഞാൽ ആല് ചേർക്കണം എന്നറിയാം, സോ എത്തനാൽ. ഇതേ കാര്യം 2ാമത്തെ കോമ്പൗണ്ട് വരുമ്പോൾ 3 കാർബൺ ആറ്റം വരുന്നതുകൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN, CHO വരുന്നതുകൊണ്ട് ആൽ, പ്രൊപ്പനാൽ. So answer for question B. Then question number C. Draw the structure of the compound having the same molecular formula of the compound 2 but having another functional group. അതായത് മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഇതേ ഫോർമുല വരുന്ന കോമ്പൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫങ്ഷണൽ ഐസോമർ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡിന്റെ ഫങ്ഷണൽ ഐസോമർ തീർച്ചയായിട്ടും കീറ്റോൺ ആയിരിക്കും. പക്ഷെ കീറ്റോൺ എന്ന് പറയുന്നത് 2 കാർബൺ ആറ്റം വെച്ച് ഒരിക്കലും നമുക്ക് കീറ്റോൺ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 1ാമത്തെ കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്ക് അതിനെ കീറ്റോൺ ആക്കി മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് 2ാമത്തെ കോമ്പൗണ്ടിനെ മാത്രമാണ് കീറ്റോൺ ആക്കി വരയ്ക്കാൻ കഴിയുക. എങ്ങനെ വരയ്ക്കുക? 2ാമത്തെ കോമ്പൗണ്ടിൽ 3 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ആ 3 കാർബൺ ആറ്റംസ്
നേരെ കൊടുത്തേക്കുക. എന്നിട്ട് അതിൽ കീറ്റോൺ ആക്കുക. ഒരു കാർബണിനെ എപ്പോഴും നടുക്കാണല്ലോ കീറ്റോൺ വരിക. അപ്പോൾ ഇവിടെ സി ഡബിൾ ബോണ്ടോ ആക്കി വയ്ക്കുക. ഇനി ഹൈഡ്രജൻ നമ്മളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. ഇവിടെ എത്ര വരും? CH3 വരും, ലാസ്റ്റ് CH3 വരും. ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റായിട്ട് വന്നോളും. സോ ഇതിൻ്റെ പേര് വരിക 3 കാർബൺ ആയിട്ടുള്ളതുകൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ, സി ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് ഓൺ എന്ന് ചേർക്കണം, പ്രൊപ്പനോൺ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ സിയുടെ ആൻസർ ആയിട്ട് വരിക. Moving to 13B, pentane 2-on and pentane 3-on are the pairs of isomers. Write the structural formula of these compounds. ഈ കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ ഫോർമുല വരയ്ക്കാൻ പറ്റുന്നുണ്ട്. എളുപ്പമാണ്. പെൻറ്റീൻ 2-on എങ്ങനെ വരയ്ക്കുക? നമുക്കറിയാം പെൻറ്റ് എന്ന് കേട്ടുകഴിഞ്ഞാൽ 1, 2, 3, 4, 5. അപ്പോൾ പെൻറ്റ് ഓക്കെ. ഇനി എയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടുകൾ കൊടുത്തേക്കുക. 2-on എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ടോ വന്നിട്ടുണ്ട്. സോ ഇതാണ് പെൻറ്റീൻ 2-on എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഹൈഡ്രജൻ കൊടുത്തേക്കുക. CH3, ഇവിടെ CH2, ഇവിടെ CH2, ഇവിടെ CH3, ഇങ്ങനെ വരും. ഇതാണ് പെൻറ്റീൻ 2-on. ഇനി പെൻറ്റീൻ 3-on വരയ്ക്കുന്ന സമയത്ത് ഇതേ കാർബൺ ആറ്റം വരയ്ക്കുക. എന്നിട്ട് തേർഡ് കാർബൺ ആറ്റത്തിൽ O കൊടുത്തേക്കുക. ഹൈഡ്രജൻ കൊടുക്കാൻ വിട്ടുപോരുത്. ഏറ്റവും അവസാനമായിട്ട് വേണം ഹൈഡ്രജൻ എപ്പോഴും കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞു. സോ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ് എന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ആയി. സോ എ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇപ്പം ഞാനിതിൽ എഴുതിയിരിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഓഫ് ദീസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഡു ദേ ബിലോങ്? ഏത് ഫാമിലിയിലാണ് ഇത് വരിക എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇത് സി ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഉറപ്പായിട്ട് കീറ്റോൺസ് ആണ്. ഇനി അടുത്തത്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് which this has the same molecular formula of this compound belonging to another family. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് മാറ്റി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കീറ്റോൺ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? അതിൻ്റെ ഫംഗ്ഷണൽ ഐസോമർ ഏതാണ്? ആൽഡിഹൈഡ് ആണ്. അപ്പോൾ 5 കാർബൺ ആറ്റം വരുന്ന ഒരു ആൽഡിഹൈഡ് വരച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻസറായി, സി ക്വസ്റ്റിൻ്റെ ആൻസറായി. അപ്പോൾ സിയുടെ ആൻസർ വരിക 1, 2, 3, 4, 5. ഇങ്ങനെ 5 കാർബൺ ആറ്റം വരച്ചു. ഇനി കീറ്റോൺ വരയ്ക്കരുത്, അത് മാറ്റിയിട്ട് അനദർ ഫാമിലി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കീറ്റോണിനെ മാറ്റിക്കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം എന്താക്കുക? CH ആക്കി മാറ്റുക. ബാക്കി എല്ലാ കാർബണിലും സിംഗിൾ ബോണ്ട് കൊടുത്തിട്ട് ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. CH3, CH2, 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 CHO. ഇതായിരിക്കും സി ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഒരിക്കലും മറക്കാതിരിക്കുക, ആൽഡിഹൈഡ്സും കീറ്റോൺസും ആണ് ഫംഗ്ഷണൽ ഐസോമേഴ്സ്. അതായത് ആൽഡിഹൈഡിനെ മാറ്റാൻ പറഞ്ഞാൽ കീറ്റോൺ ആക്കി മാറ്റുക, കീറ്റോണിനെ മാറ്റാൻ പറഞ്ഞാൽ ആൽഡിഹൈഡ് ആക്കി മാറ്റുക. അതുപോലെ തന്നെ ആൽക്കഹോൾ ആണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ഈതർ ആക്കി മാറ്റണം. ആൽക്കഹോളിനെ ഈതർ ആക്കി മാറ്റുക, ഈതറിനെ തിരിച്ച് ആൽക്കഹോൾ ആക്കി മാറ്റുക കേട്ടോ. Question number 14. Starting from carbon monoxide, how will you prepare these following compounds എന്ന് ചോദിച്ചിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഈ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുക? ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് മെത്തനോൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെത്തനോളിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്? കാർബൺ മോണോക്സൈഡ് എടുത്തിട്ട് അതിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ റിയാക്ഷൻ ഒന്നും കൂടി ഫാസ്റ്റ് ആവും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ കാറ്റലിസ്റ്റ് എന്ന് കൊടുക്കാം. ഉൽപ്രേരകം, മലയാളത്തിൽ ഉൽപ്രേരകം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് CH3OH ആയിട്ട് മാറിക്കോളും. ഇങ്ങനെയാണ് മെത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടെക്സ്റ്റിൽ പഠിക്കാനുള്ളതാണ്. ഇനി എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതേ കാർബൺ മോണോക്സൈഡ് എടുത്തിട്ട് മെത്തനോളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് മെത്തനോളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് CH3COOH കിട്ടും.